ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉറക്കത്തുനിന്ന് പലിച്ചക്ക് എണീറ്റതാണ് അത്തായി കഴിക്കാനായിട്ട്. ഉറക്കം വിട്ടിട്ടില്ല. തലേന്ന് കുറേ കാലത്തിന് ശേഷം എണീക്കല്ലേ, അവിടെ വിളി തുടങ്ങിയിരിക്കണം. അപ്പോൾ എന്തായാലും പോയി അത്തായം കഴിക്കട്ട്. ഇതൊക്കെ ഒരു മന്ദപ്പ്. അപ്പോൾ എത്തയും കഴിക്കട്ടെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 15 നോമ്പറ്റുണ്ട് തോന്നുന്നു. ആ 15 നോമ്പും ഇനി എടുക്കണം. നമുക്ക് ഏകദേശം മരുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള മുഴുവൻ നോമ്പും നോക്കാനും എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. ഓക്കെ, പോയി അത്തായം കഴിക്കട്ടെ. മതി അത്തായൊക്കെ കഴിച്ചുകാണ്ടേ നേരത്തെയാണ് ബാങ്ക് കിട്ടാം. എത്ര 5:22 ബാങ്ക്. അപ്പോൾ ഇതിന് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് നിങ്ങളുടെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിന് ബാങ്ക് കൊടുക്കലേ ഉമ്മ അപ്പളേ പറഞ്ഞു ബാങ്കേക്ക് തിന്നുകിടും. പക്ഷെ അതിൻ്റെ ആ ആമ്പൊക്കെ ഒന്നും അത് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണ്ട് കുറച്ച് നേരമായിട്ട് നിൽക്കുമല്ലോ, അതിൻ്റെ അകത്തല്ല കിട്ടിയിട്ടില്ല. എന്തായാലും ബാങ്ക് വേഗം കൊടുത്തു. നേരം വൈകിക്കണേ, കുറേ നേരമായി വിളിക്കണേ, ഉറക്കെടുത്ത് തികയണ്ടേ. അപ്പോൾ എന്തായാലും അത്തായം കഴിച്ചു കഴിഞ്ഞു. നമുക്ക് നിസ്കരിക്കണം. നിസ്കരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇനി കെടുക്കണ്ടോ നോക്കട്ടെ. നോക്കാം. ആദ്യം പോയി നിസ്കരിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ എൻ്റെ വൈഫ് ഖുർആൻ ഓതുകയാണ്. അപ്പോൾ അത് ഊതിക്കോട്ടെ. ഞാൻ അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് റൂമിൻ്റെ പുറത്ത് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് നേരം വിളിക്കട്ടെ. സൂര്യേട്ടനെന്ന് കണ്ടിട്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി നോക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മളെ സൂര്യേട്ടനെ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടോ. അതിന് മുന്നേ നല്ല രസമുള്ള പറഞ്ഞ കുരുവിൻ്റെ ഇങ്ങനെ സൂണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കേട്ടു. കണ്ട, നല്ല രസമല്ലേ കേൾക്കാൻ. തരാ മറിഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നാണ്ട് ഒരാൾ നോക്കുന്നുണ്ട്. നമ്മളെ ചന്ദ്രേട്ടനാണെന്ന് തോന്നുന്നു. എന്തായാലും സൂര്യേട്ടൻ വരാനായിട്ടുണ്ട്. സൂര്യേട്ടൻ്റെ വെളിച്ചങ്ങൾ ഇതാ വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും സൂര്യേട്ടനൊക്കെ പോയി വരുമായിരിക്കും. ഹലോ, അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ മഞ്ഞ് ചെറുതായിട്ടുണ്ട്. വേണ്ട, ചെറുതായിട്ട് നേരം വെളുത്തിട്ടുള്ളൂ. സൂര്യേട്ടൻ ഇങ്ങനെ വന്നു. അപ്പോൾ അതാണ് നമ്മളിവിടുത്തെ പാടം. കാണിച്ചു തരാം, കറക്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. കണ്ട, മൊബൈലിൽ കുറച്ച് കോട കുറവായിരിക്കും, പക്ഷേ അത്യാവശ്യം നല്ല കോട ഉണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. പാട ഏരിയ ആയതുകൊണ്ട് വേണ്ട, പാടം ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇതൊക്കെ നമ്മളെ നാടിൻ്റെ ഒരു രസം. ഇത് കണ്ട നിങ്ങൾ, തൊട്ടാവാടി വാടിയിരിക്കണല്ലോ. അവിടെ വാടിയിരിക്ക്. ഇതാണ് മക്കളെ നമ്മളെ നാടിൻ്റെ ഒരു അത് എന്താ എന്താ ബ്യൂട്ടിഫുൾ. ഇതിപ്പോൾ പാടം പൂട്ടിയതാണ്. പാടൊക്കെ പൂട്ടിയിട്ട് ഒന്നിങ്ങോട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്ത് കൃഷിയാണ് ഇറക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും കൃഷി ഇറക്കായിരിക്കും. വേണ്ട, അത്യാവശ്യം നല്ല കോടുണ്ട്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറവായിരിക്കും, മൊബൈലിൽ കാണുമ്പോൾ കുറവാണ്. ബട്ട് അത്യാവശ്യം നല്ല ഇതുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി നടക്കുക. എന്ത് തണുപ്പാടാ, നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷേ ഈ തണുപ്പിനനുസരിച്ച് ഉച്ച ആകുമ്പോൾ നല്ല ചൂടുണ്ട്. അത് വേറെ കാര്യം. നായ്ക്കളുണ്ടാവോ? ഒന്നാമത് ഇവിടേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാര്യം പേടിക്കാനുള്ളൂ, നായ്ക്കൾ. ഇതുവരെ നായ്ക്കൾ വലിയൊരു ഉപദ്രവത്തിന് ഉണ്ടായിട്ടില്ല. ഉണ്ടാവില്ലായിരിക്കും, കുരച്ച് പേടിപ്പിക്കും, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. സൂര്യേട്ടൻ വരുമ്പോൾ ചന്ദ്രേട്ടനുണ്ടല്ലോ ദിശത്ത്. കണ്ടാ, ചന്ദ്രേട്ടനുണ്ട് അവിടെ. ചന്ദ്രേട്ടനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു രസം. എന്താ, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ, ഇവിടെയാണ് എൻ്റെ വീട്. ഇവിടെയാണ് തോട്ടിലേക്ക് തോട് ഞാൻ കണ്ടിട്ടില്ലേ. ഇതിന് മുന്നൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സൈലൻ്റ്. കുറച്ച് നേരം ഇങ്ങനെ സൈലൻ്റ് ചെയ്താൽ പല സൗണ്ടുകളും ഇങ്ങനെ കേൾക്കാം. കുയിലിൻ്റെയും പല ജീവിൻ്റെയും അങ്ങനെ
ആഹാ എന്തോ പറയുന്നുണ്ടല്ലോ അവിടെ ഇരുന്നിട്ട്. ആ അത് മൈനയാണ്, മൈനൻ്റെ തൊണ്ടാണ്. വെറൈറ്റി. ഒന്നിങ്ങനെ മിണ്ടാതിരുന്നാൽ ശരിക്കും ഇങ്ങനെ കേൾക്കാൻ പറ്റുമേ. അല്ലേ, കറക്റ്റ് ഇങ്ങനെ കേൾക്കുന്നില്ലേ. അപ്പോൾ ഇതാണ് കണ്ട, ഇതാണ് നമ്മളെ ഇവിടെ ഇതാ തോട്, നമ്മളെ നാട്ടിലത്തെ തോട്. ഇത് അപ്പുറത്ത് വേറൊരു നാടാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് തലകാപ്പ് പറയും, ഇവിടുന്ന് ഇങ്ങോട്ട് ചൂനൂര് എന്ന് പറയും. ഈ തോടിൻ്റെ ഇപ്പുറം തലകാപ്പ്, ഇത് നമ്മളെ എൻ്റെ നാട്. ഇതിൻ്റെ അപ്പുറം ചൂനൂര്, ഇത് വേറെ നാട്. രണ്ട് നാടാണ്. ക്യാക്കക്കുട്ടൻ തൊട്ടാവാടി ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. നമ്മൾ ശല്യപ്പെടുത്തണില്ല. എന്താ തൊട്ടാവാടി വാടിയിരിക്കുകയാണ്. നമ്മൾ ശല്യപ്പെടുത്തണേ, ഉറങ്ങിക്കോട്ടെ. എല്ലാവരും ഇരുന്ന് ഉറങ്ങുകയാണ്, നമ്മൾ ശല്യപ്പെടുത്തണ്ടല്ലോ. നല്ല രസം ബ്രോ. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ഒരു മൂഡ് ഓഫോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നുകാണ്ട് ഒറ്റയ്ക്ക് ഇരിക്കും ഭയങ്കര സ്ട്രെസ്സാടാ. ഞാൻ കാര്യം പറയണ, നല്ലൊരു പീസ്ഫുൾ ഒരിത്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരധികം വരാറില്ല. ഇപ്പോൾ തോടിങ്ങനെ ആയതുകൊണ്ട് വെള്ളമൊക്കെ നിറഞ്ഞാണ്ട് നിൽക്കുന്ന സമയത്ത് കുറേ ആളുകൾ അലക്കാനും ഇതിനൊക്കെ വരാറുണ്ട് എന്നല്ലാതെ ഇപ്പോൾ അധികം അങ്ങനെ വരില്ല. നമ്മളെ അവിടെ ഇരുന്ന് അലക്കുന്ന ഭാഗം ഞാൻ കാണിച്ചു തരാം. അവിടെയൊക്കെ ഇപ്പോൾ ആകെ മൊത്തമായിട്ട് എന്താ പറയുക, പൊളിഞ്ഞാടിയിട്ടുണ്ട്, കല്ലും ഇതൊക്കെ ആയിട്ട്. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് പറയുമ്പോൾ എനിക്കൊരു 8-9 ഏകദേശം ആ വയസ്സ്, ഒരു 10-12 വയസ്സിലൊക്കെ ഇവിടെയൊക്കെ എന്താ പറയുക, ആളുകൾ കുളിക്കാൻ വരലുണ്ട്. ഈ സമയത്തും ആളുകൾ കുളിക്കാൻ വരലുണ്ട്. എൻ്റെ അയൽവാസിയുണ്ട്, ഇവരൊക്കെ വന്നുകൊണ്ട് ഇവിടെ കുളിക്കും. ഇത് കണ്ട, ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞാനും എൻ്റെ അനിയനൊക്കെ ഇതെടുക്കുന്നത്, മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ പണ്ടൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാരും ഇവരൊക്കെ വന്നുകാണ്ട് കുളിച്ചൊരു സ്ഥലം തന്നെ ഇരുന്നിട്ട് ഇവിടെ. ഇപ്പോൾ ഇതാകെ കാട് പിടിച്ച് ആരും വരാറില്ല. എന്നുവെച്ചാൽ കാലം മാറിയപ്പോൾ അതിനനുസരിച്ച് ആളുകളും മാറി, ഇറങ്ങാൻ മടി, അങ്ങനെ ആയി. ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരലില്ല. കണ്ട, കുറച്ച് ആണെങ്കിൽ വേസ്റ്റ് പറയുമ്പോൾ വേസ്റ്റിന് കുറച്ച് കുറവുണ്ട്. ആദ്യമൊക്കെ നല്ല വേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വേസ്റ്റ് കുഴപ്പമില്ല, കുറവുണ്ടെന്ന് പറയാം. ഇത് ആകെപ്പാട് ഇപ്പോൾ ഒരു വേസ്റ്റ് പറയാൻ ഇതന്നെ ഉള്ളൂ, അത്രയൊന്നുമില്ല. പക്ഷെ നല്ല ശുദ്ധമായ വായു, ശുദ്ധമായ അന്തരീക്ഷം, നല്ല പീസ്ഫുൾ സ്ഥലം. ഇവിടെയൊക്കെ വന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു സുഖം. കേട്ടോ സൗണ്ടൊക്കെ കണ്ടങ്ങൾ, ആഹാ എന്താ ഇതൊക്കെ കണ്ടിട്ട് എന്തൊരു വിഷമം പോലെ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കെടുക്കുന്നതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു വിഷമം. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒന്നും കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും ഒരാളായിട്ട് എന്തായാലും ഉണ്ടാവും, കാട് വെട്ടാനും എല്ലാത്തിനും ആളുണ്ടാവും. ഇവിടെയൊക്കെ ഞാൻ കണ്ടോ, ഈ ഭാഗത്ത് അപ്പുറത്തെ ആളുകൾ വന്നുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് കുളിക്കലും അലക്കലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ മണ്ണൊക്കെ അങ്ങോട്ട് കയറി, മണ്ണൊക്കെ ഇവിടെ വന്ന് തട്ടിയതാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അല്ലാതെ ഒലിച്ച് വന്നതാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഇത്രയൊന്നും മണ്ണുണ്ടായിട്ടില്ല പണ്ട്. ഇവിടെയൊക്കെ ആ ഒരു ഇത് കണ്ട, ആ ഒരു മതിൽ കണ്ട, അവിടെ ഒറ്റയൊക്കെ ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ, കുറച്ചായി ഇരുന്നിട്ട് ഇങ്ങനെ പോവാം. അങ്ങനെ ഏകദേശം നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ, കാണില്ലേ. കുറച്ചൊക്കെ ഒരു എന്താ സൂര്യേട്ടൻ വന്നിട്ടുണ്ട്, നമ്മളെ ചന്ദ്രേട്ടനൊക്കെ പോയി. അപ്പോൾ പിന്നെ ഏതായാലും ഇനി വീട്ടിലേക്ക് പോവുകയാണ്. എന്താ പറയുക, ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇതന്നെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് നല്ല മഞ്ഞാണ് കൊണ്ടുകിണ്ട്, അടച്ചോനറിയാം, മഞ്ഞാണ് കൊണ്ടുകിണ്ട്. എല്ലാവർക്കും പനിയും ജലദോഷമൊക്കെയാണ്. എനിക്ക് വരുമോയെന്നറിയില്ല, എന്തായാലും വരാതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തിരിച്ചു പോവുകയാണ്. എന്തോ തല ചൊറിയണം വെറുതെ, ഇവിടെയൊക്കെ വെട്ടാനയക്കണമെന്നാണ് തോന്നുന്നത്. ഇതെന്തത് ഇതുണ്ടെങ്കിൽ കുലകൾ വാഴക്കുലകൾ
ദേക്കോ ദേക്കോ കുലകൾ കൊലയും കണ്ട് നമ്മൾ ഉള്ള ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പോവുകയാണ്. അല്ല 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 മയിലോ, മയിലിൻ്റെ സൗണ്ടല്ല കേട്ടത്, മ്യാന്ന് പറഞ്ഞാണ്ട്. അത് പൂച്ചല്ലേ? അല്ല അതേപോലെ അല്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ അത് ചെരുപ്പം വേണേ ഇങ്ങനെ ഓരോന്ന് ഒരു ഹലാക്കിൻ്റെ അയലുങ്ങഞ്ഞ് ഇങ്ങനെ ഓരോന്ന്. അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ ഈ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാം. നമ്മൾ അടുത്തൊരു ബ്ലോഗായിട്ട് ഇനിയിപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് നോമ്പാണ് ഈ ഒരു കൊല്ലത്തെ. ഈ കൊല്ലം തുടങ്ങിയപ്പോൾ തന്നെ ഒരു കഥയായിരുന്നു. അങ്ങനെ ഈ കൊല്ലത്തെ ഫസ്റ്റ് നോമ്പ് തന്നെ ഇങ്ങനൊരു സമ്മാനം കിട്ടി കയ്യിൽ. അപ്പോൾ ആ സമ്മാനത്തിൻ്റെ ഇടയിൽ ഫസ്റ്റ് നോമ്പാണിത്. അപ്പോൾ എന്തായാലും നോക്കാം, നോമ്പ് ഫുള്ളായിട്ട് ഇനി മുതലുള്ള എല്ലാം ഫുള്ളാക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് കൂടെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ ബൈ.